സന്തോഷങ്ങളുടെയും വിജയങ്ങളുടെയും ആരവങ്ങളും സുഖസന്തോഷങ്ങളുടെ ആർപ്പുവിളികളും ജീവിത ദുഃഖങ്ങളുടെയും സഹനങ്ങളുടെയും ഇരുണ്ട സായാഹ്നങ്ങളും സമ്മാനിച്ച് 2024 നമ്മോട് യാത്ര പറയുന്നു. എല്ലാം പുതുതായി തുടങ്ങാൻ പുത്തൻ പ്രതീക്ഷയുമായി പുതിയ ആഹ്വാനവുമായി പുഞ്ചിരി തൂകി 2025 നമ്മെ കാത്തു നിൽക്കുന്നു. ഒരു കൊച്ചു പെൺകുട്ടി തൻ്റെ കയ്യിലുള്ള പളുങ്ക് പാത്രം മനോഹരമായി കഴുകി വൃത്തിയാക്കുകയാണ്. പൊടുന്നനെ അവളുടെ കയ്യിൽ നിന്നും പാത്രം താഴെ വീണ് പൊട്ടി കഷ്ണങ്ങളാകുന്നു. പൊട്ടിയ പാത്രക്കഷ്ണങ്ങളിലേക്ക് നോക്കി അവൾ വിങ്ങിക്കരയുന്നു. ഇത് കണ്ട അവളുടെ അമ്മ ഓടി വന്ന് ഈ പാത്രക്കഷ്ണങ്ങൾ മനോഹരമായ സ്വർണ്ണ നിറമുള്ള പശ കൊണ്ട് ഒട്ടിച്ച് തൻ്റെ മകൾക്ക് നൽകുന്നു. ആദ്യത്തേതിനേക്കാൾ വളരെ മനോഹരമായ തൻ്റെ പളുങ്ക് പാത്രം കണ്ട് അവൾ അത്ഭുതപ്പെടുന്നു. അതെ, ദൈവം എല്ലാം ഒരിക്കൽ കൂടി ആരംഭിക്കുവാൻ നമുക്കും അവസരം നൽകിയിരിക്കുന്നു. സ്വയം മനസ്സിലാക്കുവാനും സഹോദരങ്ങളെ മനസ്സിലാക്കി അവർക്ക് കരുതലും കാവലുമായി ചേർത്ത് പിടിക്കാനും ഈ 2025 നമുക്ക് സാധിക്കട്ടെ. കുടയ്ക്ക് മഴയെയും വെയിലിനെയും മഞ്ഞിനെയും ഒന്നും ഇല്ലാതാക്കാൻ സാധിക്കില്ലെങ്കിലും അവയിൽ നിന്നും നമ്മെ സംരക്ഷിക്കാനാകും. നമ്മുടെ സഹോദരങ്ങൾക്ക് ആത്മവിശ്വാസത്തിൻ്റെയും ജീവിത അവബോധത്തിൻ്റെയും കുട നിവർത്തുവാൻ ഈ പുതുവർഷത്തിൽ നമുക്ക് പരിശ്രമിക്കാം. പലരും ജീവിതയാത്രയിൽ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നത് തീക്ഷ്ണമായ ഇച്ഛാശക്തിയുടെ അഭാവമുണ്ടാകും. ചിലർക്കെല്ലാം ജീവിതയാത്രയിൽ വഴിതെറ്റിപ്പോകും, ചിലർക്ക് വഴിമുട്ടിപ്പോകും. വഴിതെറ്റിപ്പോകുന്നവർക്ക് യാത്ര ദുഷ്കരമായേക്കും, വഴിമുട്ടുന്നവർക്ക് പുതുവഴി തേടേണ്ടി വരും. ഒരു വാതിൽ നമുക്കെതിരെ അടയുമ്പോൾ 9 വാതിലുകൾ നമുക്കായി തുറക്കുന്നു. അടഞ്ഞ വാതിലിലേക്ക് നോക്കിയിരുന്നാൽ നമുക്കായി തുറക്കപ്പെട്ട സന്തോഷത്തിൻ്റെ വാതിലുകൾ കാണാതെ പോകും. ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത് വീണു പോകുന്നത് കൊണ്ടല്ല, വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാത്തത് കൊണ്ടാണ്. ഈ പുതുവർഷത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ വീഴ്ചയിൽ പരസ്പരം കൈപിടിച്ചെഴുന്നേൽപ്പിക്കുവാനും താങ്ങി നിർത്തുവാനും ജീവിത വിജയത്തിലേക്ക് നയിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും സുഖവും സൗഖ്യവും നൽകുന്ന സാന്നിധ്യമാകുവാൻ 2025 സാധിക്കട്ടെ എന്ന ആശംസയോടെ എല്ലാവർക്കും ഓരോരുത്തർക്കും പുതുവർഷത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു.